പെട്ടെന്ന് എടുത്തൊരു തീരുമാനത്തിൻ്റെ പുറത്താണ് കേട്ടോ ഞാനും ഇവളും ലൂക്കും കൂടി പോകുന്നു. പെട്ടെന്ന് തീരുമാനം എടുക്കാൻ ഒരു കാരണം കൂടി ഉണ്ട്. കാരണം വേറെ ഒന്നുമില്ല, ചാർജിന് കുത്തിയിട്ടപ്പോൾ അവളുടെ ഫോൺ വീണ് അടപടലം പൊട്ടിപ്പോയി. ഒത്തിരി തവണ പരിക്ക് പറ്റിയ ഫോണായിരുന്നു. അപ്പോൾ ഇനി പരിക്ക് പറ്റിയിട്ട് അതിന് നമുക്ക് തിരിച്ച് ജീവൻ വരുത്താൻ വയ്യ. അതുകൊണ്ട് പുതിയതൊരെണ്ണം മേടിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ മൈജിയിലോട്ട് വിട്ടു. പിന്നെ ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ കാശില്ല, പടച്ചോനെ കണ്ണിലിരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു. അങ്ങനെ ഞങ്ങളുടെ ബഡ്ജറ്റിനൊത്തൊരു ഫോൺ നമുക്ക് സെറ്റായിട്ട് കിട്ടി. അപ്പോൾ എടുത്തത് വിവോൻ്റെ ഏതോ ഒരു സീരീസിലെ ഫോണായിരുന്നു. എന്തായാലും നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ അവരൊരു കേസൊക്കെ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് കിട്ടിയതാണ് ഒരു ഗിഫ്റ്റ്. അപ്പോൾ ആ ചേട്ടൻ എൻ്റെ അടുത്ത് കൂടെ വേണമെന്ന് വെച്ചു. ഞാനും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും കിട്ടിയ ഒരു നല്ല ടിഫിൻ ബോക്സ് ആയിരുന്നു. ഇത്രയും എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു പെണ്ണെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ വെള്ളം കുടിക്കാൻ കയറിയ കടയിൽ നിന്ന് തന്നെ അവളതൊക്കെ തുറന്ന് നോക്കി. മീഡിയം സൈസ് പാത്രം, പിന്നെ ഒരു വലിയ പാത്രമായിരുന്നു കിട്ടിയത്. എന്തായാലും ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല പാത്രം. ഈ ഹോട്ടലൊക്കെ അടച്ചുകൊണ്ട് കട ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നോക്കി കഴിഞ്ഞിട്ടാണ് നമുക്ക് ചായ കുടിക്കാനായിട്ടൊരു കട കണ്ടു കിട്ടിയത്. അങ്ങനെ അവിടെ ഇരുന്നിട്ട് നമ്മൾ ഈ ഓപ്പൺ ചെയ്യണത്. ഒരു ചായ കുടിക്കാൻ പോയി ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഇതേ അൽഫാം. എന്നാൽ പിന്നെ അൽഫാമും കൂടി കഴിച്ച് പോരാന്ന് വിചാരിച്ച് ഞങ്ങൾ അൽഫാമും കഴിച്ച് ചായയും കുടിച്ച് ലൂക്കിനൊരു ബൂസ്റ്റൊക്കെ മേടിച്ച്. പിന്നെ എനിക്കും തന്നല്ലോ, ഇത് രണ്ടുപേർക്കും സെയിമാണ് കിട്ടിയത്. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ചൊക്കെ ഇരുന്ന് ഞാൻ ഓട്ടോയിൽ കയറി വീട്ടിലും പോന്നു, അവള് ബസ്സിൽ കയറി വീട്ടിൽ പോന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.